മറ്റൊരു വാർത്ത വരുവാണ്. ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങിയെന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി മാട്ടുപ്പെട്ടിയിലെ വഴിയോരത്തെ കട പടയപ്പ ആക്രമിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇടുക്കി മൂന്നാറിലാണ് വീണ്ടും പടയപ്പയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മാട്ടുപ്പെട്ടിയിലെ വഴിയോര കട പടയപ്പ ആക്രമിക്കുകയുണ്ടായി. RRT സംഘം ആനയെ നിരീക്ഷിക്കുകയാണ്. കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണ് RRT സംഘം. ഇപ്പോൾ ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് മാട്ടുപ്പെട്ടിയിലെ വഴിയോര കട പടയപ്പ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. മൂന്നാറിലാണ് വീണ്ടും പടയപ്പയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. RRT സംഘം ആനയെ നിരീക്ഷിച്ചു വരികയാണ്. കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണ്. ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ മാട്ടുപ്പെട്ടിയിലെ വഴിയോര കട പടയപ്പ ആക്രമിക്കുകയുണ്ടായി. RRT സംഘം എന്തായാലും ആനയെ നിരീക്ഷിച്ചു വരികയാണ്. കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ രാത്രിയിലാണ് മാട്ടുപ്പെട്ടിയിലെ വഴിയോര കട പടയപ്പ ആക്രമിച്ചത്. നിലവിൽ കാട്ടാനയെ RRT സംഘം നിരീക്ഷിച്ചു വരികയാണ്. കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്.